ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണിത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിനെ അറേബ്യൻ പുഡിംഗ് എന്നും ബ്രെഡ് പുഡിംഗ് എന്നൊക്കെ പറയും. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ കഴിയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അടുത്തതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും മധുരം എത്ര വേണോ അത്ര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള വലിയ സ്പൂണിൽ 2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നീട് എനിക്ക് മധുരം കുറവായത് കൊണ്ട് ഞാൻ 1 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതുപോലുള്ള ഒരു സ്പൂണിൽ 3 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തത്. ഇനി ഒരു അര ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാലിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുക്കി കിട്ടും. ഇത് നല്ലതുപോലെ കുറുക്കി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിന് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഇവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 വശവും കട്ട് ചെയ്തെടുക്കണം. ബ്രെഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പുഡിംഗ് ട്രേയിലോട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം എടുത്താലും മതി. ഞാൻ അതിലോട്ട് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്ത് ഇനി തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സിൽ നിന്നും നമുക്ക് കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അടുത്ത ലെയർ ബ്രെഡും നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ഒഴിച്ച പോലെ രണ്ടാമത്തെ ലെയറിലും കസ്റ്റാർഡ് മിക്സും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ലെയറും സെറ്റ് ചെയ്തെടുക്കാം. ഈ ലെയറെല്ലാം സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ ഫ്രഷ് ക്രീമിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും ഒരു മിക്സ് തയ്യാറാക്കണം. ഇതിനായിട്ടൊരു കപ്പ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തയ്യാറാക്കി വെച്ചിരുന്ന ഈ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൊടിച്ച പിസ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് ഇവിടെ റെഡിയായി. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.